नमो भगवते नित्यानन्दाय। 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 ॐ नमो भगवते नित्यानन्दाय। ॐ नमो भगवते नित्यानन्दाय। नमो भगवते नित्यानन्दाय। नमो भगवते എല്ലാവരും മന്ത്രം ജപിച്ചുകൊണ്ട് അർച്ചന ചെയ്യുക. ഓം നമോ ഭഗവതേ നിത്യാനന്ദായ. 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 ഓം ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരു
നിത്യാനന്ദ ഭഗവാന്റെ ഫോട്ടോ. ഓം നമോ ഭഗവതേ നിത്യാനന്ദായ. 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 ഗുരു ബ്രഹ്മാ ഗുരു വിഷ്ണു ഗുരുദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഗുരുദേവ നിത്യാനന്ദായ. ഓം നമോ പരബ്രഹ്മ നിത്യാനന്ദായ. ഓം നമോ ജഗദ്ഗുരു നിത്യാനന്ദായ. ഓം നമോ ഭഗവതേ നിത്യാനന്ദായ. ഓം നമോ ഭഗവതേ നിത്യാനന്ദായ. എല്ലാവർക്കും നമസ്കാരം. സദ്ഗുരു നിത്യാനന്ദ ഭഗവാന്റെ ജന്മസ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന സദ്ഗുരു നിത്യാനന്ദാശ്രമം അതിൻ്റെ പ്രതിഷ്ഠാ വാർഷികം 19ാം പ്രതിഷ്ഠാ വാർഷികം സമാചരിക്കുകയാണ്. ഈ ആഘോഷ പരിപാടിയിൽ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കാനും ഇവിടെ എല്ലാവിധ ഇരിക്കുന്ന സർവാദരണീയ വ്യക്തികളെ, പൂജനീയ സ്വാമിനി ശിവാനന്ദപുരി ജി, ബ്രഹ്മാചാര്യൻ, ഇവിടെ സ്വാഗതം പറഞ്ഞ പി ദിനേശൻ, ആശ്രമം സ്വാമിജി, ഈ സ്വാഗത സംഘത്തിൻ്റെ കൺവീനർ, ഇവിടെ അനുഗ്രഹ പ്രഭാഷണം നടത്തുന്ന യദു വിനയ് സാഗർ മഹാരാജ, ട്രസ്റ്റി ഗുരുദേവ് നിത്യാനന്ദാശ്രമം ഇൻഡോർ, ബ്രഹ്മചരി വിശുദ്ധ ചൈതന്യ, ബ്രഹ്മചരി ആത്മചൈതന്യ, ബ്രഹ്മചരി ധർമ്മചൈതന്യ, ആശംസാ പ്രസംഗം നടത്തുന്ന ഗോപാലകൃഷ്ണൻ ഗായത്രി, നന്ദി പ്രകാശിപ്പിക്കുന്ന ബാലകൃഷ്ണൻ മാസ്റ്റർ വിഷ്ണോത്ത്, മറ്റ് സഹോദരി സഹോദരന്മാരെ, സദ്ഗുരു मुख्य प्रभा गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः.
ഇവിടെ ഈ ഒരു നിത്യാനന്ദ ഭഗവാന്റെ മൂർത്തി പ്രതിഷ്ഠയുടെ വാർഷികം നമ്മൾ എല്ലാ വർഷവും ഇതുപോലെ തന്നെ വളരെ ഭക്തിയാദരങ്ങളോട് കൂടിയിട്ട് ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തോട് കൂടിയിട്ട് ആചരിച്ചു വരികയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷപ്രദമായിട്ടുള്ള ഒരു ലോകം തന്നെ ഉറ്റുനോക്കുന്ന വിധത്തിലുള്ള മഹാപുരുഷന്മാർക്ക് ജന്മം നൽകിയിട്ടുള്ള നാടാണ് നമ്മുടെ ഈ കേരളം. അതുപോലെ തന്നെ നിത്യാനന്ദ ഭഗവാന്റെ ആ ഒരു ലീലകൾ അരങ്ങേറിയിട്ടുള്ള നിത്യാനന്ദ ഭഗവാന്റെ ജന്മഭൂമിയായിട്ടുള്ള സ്ഥലമാണ് ഈ ഒരു കേരളം എന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ള കേരളത്തിൽ എന്തുകൊണ്ടാണ് തീർത്തും ഒരു വിപരീതമായിട്ടുള്ള ധർമ്മമാർഗത്തിൽ നിന്നൊക്കെ തീർത്തും വിപരീതമായിട്ട് ആളുകൾ പോകുന്ന വിധത്തിലുള്ള ഒരു പ്രവണത നമ്മൾ കാണുന്നത് എന്നുള്ളത് വളരെയധികം നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. അതിനുള്ള ഉത്തരം തീർച്ചയായിട്ടും നമുക്ക് കണ്ടെത്താൻ സാധിക്കണം, നമ്മുടെ ഉള്ളിലെങ്കിലും കണ്ടെത്താൻ സാധിക്കണം. അങ്ങനെ കണ്ടെത്താൻ സാധിച്ചാൽ നമുക്ക് കിട്ടുന്ന മറുപടി ഒരുപക്ഷെ ഇതായിരിക്കും: നമ്മള് ആധ്യാത്മികതയിൽ നിന്നും ധാർമ്മികതയിൽ നിന്നും ഒക്കെ അകന്നു പോകുന്ന വിധത്തിലുള്ള ഇതിനെയൊക്കെ നിഷേധിക്കുകയും അതുപോലെ തന്നെ അപഹസിക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരം എങ്ങനെയൊക്കെയോ ഈ ഒരു സമൂഹത്തിൽ വളർന്നു വരാൻ ഇടയായിട്ടുള്ളതാണ് അതിന് കാരണം എന്നുള്ളത്. അത് ഊക്കിയുറപ്പിക്കുന്ന വിധത്തിലുള്ള പ്രവണതകളാണ് നമുക്ക് എങ്ങും വ്യാപകമായിട്ട് കാണാൻ സാധിച്ചിട്ടുള്ളത്. അതിൽ നിന്നൊന്ന് മാറി ചിന്തിക്കാൻ ഈ വൈകിയ സമയത്തെങ്കിലും നമുക്ക് തയ്യാറാവേണ്ടതുണ്ട്. എങ്ങനെയാണ്, എന്ത് വിധത്തിലുള്ള മാറ്റത്തിലേക്കാണ് നമുക്ക് വരേണ്ടത്? നമുക്ക് വഴി കാണിച്ചു തന്നിട്ടുള്ള ആ ഗുരുക്കന്മാരുടെ പാദങ്ങളിലേക്കുള്ള ഒരു തിരിച്ചുപോക്കാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇന്ന് പലരും ഗുരുപൂജയെ വരെ ഒരു മോശമായിട്ട് കാണുന്ന കാലമാണ്. ഗുരുപൂജ, പാദപൂജ, ഗുരുവിനെ പാദപൂജ ചെയ്യുന്നു, അല്ലെങ്കിൽ അച്ഛനും അമ്മമാരെയൊക്കെ പാദപൂജ ചെയ്യുന്നു എന്ന് പറയുന്ന സമയത്ത് അതൊക്കെ എന്തോ മോശമായിട്ടുള്ള കാര്യമാണ് എന്നൊക്കെ ചിന്തിക്കുകയും പറയുകയും അതിനെതിരായിട്ടൊക്കെ ശബ്ദമുയർത്തുകയും ചെയ്യുന്ന കാലമാണ്. പക്ഷേ അങ്ങനെ ഒരു ഗുരുനിന്ദയും, അതായത് ഒരു ഗുരുത്വക്കേടിന്റെ വഴിയിലൂടെ നമ്മൾ പോയതാണ് നമ്മുടെ ഈ ഒരു അപചയത്തിന് കാരണമായിട്ടുള്ളത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത തലമുറ, നമ്മുടെ മക്കളൊക്കെ നല്ല പൗരന്മാരായിട്ട് തീരണം എന്നുള്ളതാണല്ലോ ആഗ്രഹമുള്ളത്. നമ്മുടെ കുടുംബമൊക്കെ ഭഗവാന്റെ അനുഗ്രഹം, ഭഗവത് സ്വരൂപന്മാരാണ് മഹാപുരുഷന്മാരും. അപ്പൊ ഭഗവാനെയും മഹാപുരുഷന്മാരെയും നമ്മൾ രണ്ടായിട്ട് പറയേണ്ട ആവശ്യമില്ല. മഹാപുരുഷന്മാരുടെ ഈശ്വരന്റെ പ്രതിരൂപമായിട്ടാണ് നമ്മൾ മഹാപുരുഷന്മാരെ മാനിക്കുന്നത്. അതുകൊണ്ട് ഈശ്വര അനുഗ്രഹം, എന്താ പറഞ്ഞത്, ഈശ്വര അനുഗ്രഹം നിരന്തരം വർഷിക്കപ്പെടുന്നുണ്ട്. നിരന്തരം ഒരു ലോഭവും ഇല്ലാതെ, ഒരു വിധത്തിലുള്ള പിശുക്കുമില്ലാതെ എല്ലാവർക്കുമായിട്ട് ഭഗവാൻ അനുഗ്രഹം വർഷിച്ചുകൊണ്ടേയിരിക്കുന്നത്. പക്ഷെ അത് നമ്മളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാ നമ്മളിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കുക? അതിനെന്താണ് വഴിയുള്ളത്? അതിനെന്തെങ്കിലും വഴിയുണ്ടോ? എന്താ അഭിപ്രായം? ഈശ്വരാനുഗ്രഹം, എന്തോ ഭാഗ്യം ഉണ്ടെങ്കിൽ ഈശ്വരാനുഗ്രഹം വന്നു ചേരും, അങ്ങനെയാണോ? എന്താണ് ഈശ്വരാനുഗ്രഹം നമുക്ക് വന്നു ചേരാനുള്ള വഴി? എന്താ വഴി പറയൂ? എന്താ വഴി? സ്വഭാവ ഗുണം ഉണ്ടായിരിക്കണം. പിന്നെന്തെങ്കിലും പറയാനുണ്ടോ? എന്താ? ഭക്തി വേണം. പിന്നെ ആരാധന, പ്രാർത്ഥന, അല്ലെ? അപ്പൊ നമുക്ക് ഈശ്വരാനുഗ്രഹം വരണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മള് ആ ഈശ്വരാനുഗ്രഹം നമ്മളിലേക്ക് എത്തുന്നതിനുള്ള ബ്ലോക്കുകളൊക്കെ, തടസ്സങ്ങളൊക്കെ നീക്കുക എന്നുള്ളതാണ് വേണ്ടത്. ഇപ്പൊ ചില തടസ്സങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കൊണ്ടാണ് അത് നമ്മളിലേക്ക് വന്നു ചേരാത്തത്. സമർപ്പണമാണ്. ശിവലക്ഷ്മി ഇവിടെ പ്രാർത്ഥന ചെയ്യുക. പൂജനീയ സ്വാമിനി ശിവാനന്ദപുരി സ്വാമി അമ്മയെ ക്ഷണിക്കുന്നു.
കാര്യക്രമങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഇന്നലെ മുതൽ നമ്മളുടെ താന്ത്രികമായുള്ള ചടങ്ങുകൾ, അതുപോലെ ഇന്ന് രാവിലെയോട് കൂടിയിട്ടും ആ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. അതിനുശേഷമുള്ള സത്സംഗമാണ് ഇവിടെ നടക്കുന്നത്. നമുക്ക് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ശ്രീശങ്കര ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കീഴിലാണ് ഈ ഒരു പ്രവർത്തനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ട്രസ്റ്റ് ഏറ്റെടുത്തതിന് ശേഷം അനവധി തരത്തിലുള്ള സത്സംഗങ്ങൾ സ്വാമിജിയുടെ ക്ലാസ്സായിട്ടും, അതേപോലെ തന്നെ സ്വാമിജിയുടെ ക്ലാസ്സായിട്ടും, അതുപോലെ രാമായണ മാസത്തിലെ പരിപാടികളൊക്കെ ആയിട്ട് അനവധി പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലൊക്കെ തന്നെ അനവധി തരത്തിലുള്ള ആളുകളുടെ പങ്കാളിത്തവും ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിവിടെ പങ്കെടുക്കുന്ന സമയത്ത് നമ്മളെ മഹത് വ്യക്തികളുടെ, അല്ലെ സ്വാമിയായാലും സ്വാമിജി ആയിരുന്നാലും മറ്റ് അനവധി മഹാത്മാക്കളുടെ വാക്യങ്ങൾ കേൾക്കുന്നു. അതേപോലെ തന്നെ അത് സ്വന്തം ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് നമ്മളുടെ ഉത്കർഷത്തിന് വേണ്ടിയിട്ട്, നമ്മളെ ആധ്യാത്മികമായിട്ടുള്ള ഉന്നതിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ നമ്മൾ കേട്ടിട്ട് അത് മറ്റൊരു വഴിക്ക് അങ്ങ് പോകുന്നതിന് പകരം നമ്മൾ ആചരിച്ചുകൊണ്ട് നമ്മളെ ഈ ഒരു ധാർമ്മിക ജീവിതത്തെ നയിക്കാൻ നമുക്ക് സാധിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സങ്കേതങ്ങളിൽ നമ്മൾ വരുന്നതും ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന അനവധി തരത്തിലുള്ള പരിപാടികൾ നടക്കും. മാസത്തിലുള്ള ക്ലാസ്സുകളുണ്ട്, സ്വാമിജിയുടെ ക്ലാസ്സുകളുണ്ട്, സ്വാമിജിയുടെ ക്ലാസ്സുകളുണ്ട്, അതുപോലെ തന്നെ മറ്റു പലതരത്തിലുള്ള കുട്ടികളുടെ ക്ലാസ്സുകൾ. അതുപോലെ നമുക്ക് സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. രാധേശ്യാം, വേദിയിലിരിക്കുന്ന വളരെ ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആത്മീയ ആചാര്യന്മാരായിട്ടുള്ള പല പ്രമുഖ വ്യക്തികളാലും സമലംകൃതമായിരിക്കുന്ന ഒരു വേദിയാണ് ധന്യാത്മാക്കളായ നമ്മളുടെ മുമ്പിൽ ഇപ്പോൾ ഉള്ളത്. കൊളത്തൂർ അദ്വൈതാശ്രമത്തിന്റെ ചിദാനന്ദപുരി സ്വാമികളുടെ ആശ്രമത്തിൽ നിന്നും വന്നിരിക്കുന്ന സ്വാമിനി ശിവാനന്ദപുരി സ്വാമിനി അമ്മയുടെ മഹത്തായ ഒരു സത്സംഗം, ഞാനതിന് ഭാഷണം അല്ലെങ്കിൽ പ്രഭാഷണം എന്ന് പറയുന്നില്ല, അതൊരു സത്സംഗമാണ്. സത്സംഗം കേൾക്കാനുള്ള അവസരം കൈവരുക വളരെ ദുർലഭമായിട്ടുള്ള അവസരങ്ങളിലാണ്. അതിനായിട്ട് പ്രവർത്തിക്കുന്ന സനാതന ധർമ്മത്തെ പ്രചരിപ്പിക്കാനായിട്ടും അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ആശ്രമം നമ്മളുടെ അടുത്ത് തന്നെ കൊളത്തൂരുണ്ട്. കുറച്ച് ആൾക്കെങ്കിലും അത് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടാവും. അവരെല്ലാം തന്നെ അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് സ്വാമികളുടെ ഭാഷണങ്ങളും അതെല്ലാം ശ്രമിച്ചിട്ട് ധന്യരായി തീർന്നവരുണ്ട്. ഇപ്പൊ പ്രവർത്തിക്കുന്നത് അവർക്ക് ഒരിക്കലും അവരുടെ സ്വധർമ്മത്തെ മറക്കാൻ കഴിയില്ല. സ്വധർമ്മത്തിനെതിരായിട്ട് വരുമ്പോൾ അവര് എപ്പോഴും അവരുടെ ശബ്ദം ഉണ്ടായിരിക്കും. അതുപോലെ ആയിത്തീരണം ഓരോ ഹിന്ദുവും എന്ന് ഞാൻ ഉദ്ബോധിപ്പിക്കുകയാണ്. അങ്ങനെയുള്ള ഹിന്ദുവാണ് വേണ്ടത്. ശ്രദ്ധിക്കുക, രാഷ്ട്ര നിർമ്മാണത്തിനായിട്ട്, രാജ്യത്തിന്റെ നിർമ്മാണത്തിനായിട്ട് രാജ്യത്തിലുള്ള ജനങ്ങൾക്ക് പലവിധ ചിന്തകളും വന്നേക്കാം. അത് രാഷ്ട്ര നിർമ്മാണത്തിനാണ്, എൻ്റെ ചിന്തയായിരിക്കില്ല മറ്റൊരാൾക്ക് ഉണ്ടാവുക. ഈ രീതിയിൽ പോയാലേ എൻ്റെ രാജ്യം വികസിക്കൂ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ അവര് നീങ്ങട്ടെ. അത് അവരുടെ മാർഗമാണ്. നമ്മളുടേതായുള്ള ചിന്താരീതിയിലും പോകുക. ഇങ്ങനെയെല്ലാം ചിന്തിക്കുന്നവരൊക്കെ ഒരേ രീതിയിൽ ഒത്തുചേരണം. അത് ആധ്യാത്മിക വീതിയാണ്, ആധ്യാത്മിക ചിന്തയാണ്, ആധ്യാത്മിക സത്സംഗങ്ങളുള്ള സത്സംഗം. ഏതോ രാഷ്ട്രത്തിന്റെ ധാരയിൽ ഞാൻ ഒരു പ്രത്യേക കക്ഷികളെയൊന്നും ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെല്ലാം തന്നെ യോജിച്ച് രാഷ്ട്ര നിർമ്മാണത്തിന് ആധ്യാത്മികതയും കൂടി വേണം എന്നുള്ള ഒരു രീതിയിലേക്ക് ഇതോട് കൈകോർത്ത് നിൽക്കണം. ഇത് ശ്രമിക്കാൻ തയ്യാറാകണം. സനാതന ധർമ്മത്തെ വിമർശിക്കുമ്പോൾ ആദ്യം പഠിക്കേണ്ടതുണ്ട്. ചിദാനന്ദപുരി സ്വാമികൾ പറയും പോലെ നമ്മൾ പഠിക്കണം. ഒരു വിമർശനം നമ്മൾ ഉന്നയിക്കുമ്പോൾ അതിനെപ്പറ്റി നമ്മൾ മുഴുവൻ മനസ്സിലാക്കണം. ഏതെങ്കിലും സെന്റൻസുകളോ വാക്യങ്ങളോ എടുത്തിട്ട് ഒരിക്കലും സനാതന ധർമ്മത്തെ ക്രൂശിക്കാൻ വരരുത്. കാരണം മുഴുവൻ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കൂ. കൂടുതൽ ഉദാഹരണം ഞാൻ പറയുന്നില്ല. ബാലകൃഷ്ണ മാഷ് നിങ്ങൾക്ക് നന്ദി പറയാൻ കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട്
കൂടുതലായിട്ട് പറയുന്നില്ല. എനിക്ക് ഇതൊക്കെയാണ് പറയാനുള്ളത്. നാളെ ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ ഗീതാ സ്വാധ്യായ സമിതി കാലടിയിൽ നാളെയല്ല മറ്റന്നാൾ 31 നടക്കുകയാണ്. നാളെ ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ട്. ഞാൻ ഒരിക്കൽ കൂടി പറയാൻ ആഗ്രഹിക്കുന്നത് കുട്ടികൾക്ക് ഈ പ്രബോധനം കൊടുക്കണമെന്നാണ്. കാരണം എൻ്റെ മകൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം എന്നോട് ചോദിച്ചു, എനിക്കിപ്പോൾ സ്വാമിനി അമ്മയോട് ആ സംശയം ചോദിക്കേണ്ടിയിരിക്കുന്നു. എൻ്റെ മകൻ ബാംഗ്ലൂരിലെ ഇപ്പോൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. അദ്ദേഹമാണ് നമ്മുടെ ഈ ആശ്രമത്തിൻ്റെ തൊട്ടടുത്ത് ഒരു പൊന്നും വില കൊടുത്ത് ഒരു 6 സെന്റ് സ്ഥലം നിത്യാനന്ദ ധ്യാന മന്ദിരത്തിന് വേണ്ടി വാങ്ങിയിരിക്കുന്നത്. അദ്ദേഹം ശാരീരിക അവശതകൾ കൊണ്ടും ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇന്നലെ ഇവിടെ വന്നു. നമ്മുടെ ആശ്രമത്തിൽ അദ്ദേഹത്തിന് മലയാളം അറിയാത്തത് കൊണ്ട് ഹിന്ദിയിലാണ് സംസാരിക്കുന്നത്. അദ്ദേഹം ഇരുന്നാണ് സംസാരിക്കുക. അതുകൊണ്ട് ആ അനുഗ്രഹ പ്രഭാഷണത്തിന് വേണ്ടി വിനയ് സാഗർ മഹാരാജ അവരുകളെ ക്ഷണിക്കുന്നു. नित्यानन्दं ब्रह्मानन्दं ब्रह्मस्वरूपं नीलवर्णं त्रैलोक्यनाथं श्रीगुरुदेवं ॐ नमो नित्यानन्दं ॐ नमो नित्यानन्दं श्रीमत्पूज्यपदारविन्दयुगलौ ध्यायन् सदा वैदधी वादीन्द्रप्रतिभापनुगणकला सम्यक् समासादितां जिनेन्द्रे जगदीश्वरे च विमला प्रीतिर्कुत्सुस्थिरा पूज्य श्री विजयेन्द्र सूरि गुरवे कूर्मः प्रणामाञ्जलि कूर्मः प्रणामाञ्जलि। ममता हृदय स्वामिनी श्री सेवानंद पुरी जी महाराज, आदरणीय मंच नाम तो मुझे याद नहीं है, इसलिए सभी को स्मरण करते हुए, प्रियजनों, आज आप हम सभी यहाँ पर अवधूत भगवान नित्यानंद देव की प्रतिष्ठा दिवस मनाने के लिए उपस्थित हुए हैं। जिस प्रकार से अहोभाग्य है अपना कि आप उस भूमि पर उपस्थित हैं जहाँ पर अवधूत भगवान नित्यानंद देव के चरण रथ द्वारा यह पूरी भूमि जो है पवित्र हुई है। आप लोग बहुत भाग्यशाली हैं। जिस प्रकार से भगवान नित्यानंद देव की करुणा बह रही थी, उसी प्रकार से मुझे आप लोगों के साथ अभी 2-3 बार मिलना हुआ है मेरा, पर आपका स्नेह मुझे जो है बार बार यहाँ पर खींच लाया है। भगवान नित्यानंद देव की करुणा में इंदौर का रहने वाला और यहाँ का मुझे कुछ भी पता नहीं था। करीब 26 मार्च को पहली बार मैं यहाँ पर पहुँचकर सबसे पहले दिनेश जी से परिचय हुआ। मैंने इनसे निवेदन किया कि यहाँ पर बाबा के कोई वंशज रहते हैं। इन्होंने बोला हाँ यहाँ पास में है पर आप जा नहीं पाएंगे, मेरे पाँव में थोड़ी तकलीफ है। तो बोले, मैंने कहा कितना दूर है, गाड़ी भी नहीं जाएगी। तो बोले 200-250 मीटर। तो मैंने कहा मैं जाऊँगा किसी भी हालत में। और यहाँ से मैं जाकर जो लक्ष्मी अम्मा हैं, आनंद केरी है, उनसे मिला, उनको प्रणाम किया कि क्योंकि हमारे गुरुदेव भगवान के वह जो है वंशज माने जाते हैं। वहां से मिलकर उनके वहां चाय आदि पी। वहां से जब मैं वापस आने लगा तो जहां भगवान नित्यानंद देव प्रकट हुए थे, मुझे आनंद जी ने
मलयालम मुझे आती नहीं थी, आज भी नहीं आ रही है। पर जो मेरे साथ में ड्राइवर था, उस ड्राइवर को बोला कि यहाँ पर भगवान प्रकट हुए, जहाँ पर अभी जगह दी है, कहीं वहाँ पर गणपति हवन भगवती स्तुति हुई है। तो वहाँ पर जब मुझे बोला कि हाँ ये भगवान प्रकट हुए थे, तो मैंने वहाँ पर प्रणाम किया और प्रणाम करते ही मुझे एक अद्भुत ऊर्जा का पिंड के दर्शन हुए। तो मुझे लगा यहाँ पर बाबा ही विराजित हैं। और जैसे मैं मस्तक उठा के वहाँ की जो मिट्टी माथे पर लगा रहा था, इतने में आनंद ने मलयालम में जो मेरे साथ ड्राइवर था उससे बोला कि इनको बोलिए कि यहाँ पर कुछ बना देने, यहाँ पर कुछ बना देने। तो मुझे जो ऊर्जा पिंड दिखाई दिया उसका जो है एक संकेत और उसको कंफर्म करने के लिए आनंद जी ने जो है बोला कि भाई यहाँ पर कुछ बना दे। बोला कि भाई मैं यहाँ पर जो है बनाता हूँ। ये बात हुई। उसके बाद जो है उपला में स्वामी जी श्री योगानंद जी सरस्वती मेरे पुराने परिचित हैं, उनके पास गया और मुझे कहने में हर्ष हो रहा था कि स्वामी जी मुझे बाबा ने इस लायक चुना है कि मुझे 70 सालों से जो जमीन ऐसी ही रखी हुई थी उसकी सेवा मुझे सौंपी है बाबा ने। तो मेरा अहोभाग्य था। और इसी प्रकार से आप लोगों को भी अहोभाग्य है कि उस भूमि पर आप लोग श्वास ले रहे हैं जिसमें किसी समय आदि गुरु शंकराचार्य जी और भगवान नित्यानंद देव का यहाँ पर चरण रज द्वारा यह जो है भूमि पवित्र हुई है। योगानंद जी सरस्वती जी से मैंने बोला कि भैया वहाँ की मैं यहाँ की भाषा जानता नहीं हूँ, किसी प्रकार की कोई परिचय नहीं है। तब मैंने दिनेश जी का नंबर दिया तो उनके प्रतिनिधि के रूप में डॉक्टर गोपीनाथन जी ने दिनेश जी से बात करी, स्वामी चिदानंदपुरी जी से बात करी कि भाई इस प्रकार से वहाँ जमीन ले रहे हैं। तो स्वामी चिदानंदपुरी जी ने भी विशाल हृदय दिखाते हुए उन्होंने कहा भाई वहाँ पे इनको जो बनाना चाहें बनाएं, मेरा उसमें कोई आपत्ति नहीं है। इस प्रकार से एक शुरुआत हुई। तो चिदानंदपुरी जी ने भी इतना विशाल हृदय दिखाया और जो यहाँ पर अधिकांश मुस्लिम और ईसाइयों का जो है परिवर्तन होता जा रहा है, उसमें एक स्वामी चिदानंदपुरी जी हिंदुत्व का आधार स्तंभ बनकर के भारतीय संस्कृति को, सनातन परंपरा को बचाए रख रहे हैं और बचाए ही नहीं रख रहे हैं। जो स्वामी जी के चिदानंदपुरी जी हैं, उनके जो शिष्य परिवार है वह भी पूरे केरल में घूम घूम कर मलयालम में और यहाँ की जो भारतीय संस्कृति के प्रति सभी को जागृत कर रहे हैं और सनातन परंपरा को आगे बढ़ाने का कार्य कर रहे हैं। इस प्रकार से 1 अगस्त को जहाँ भगवान अवधूत नित्यानंद देव प्रकट हुए थे, वह भूमि मुझे प्राप्त हो गई है। और 6 नवंबर को शाम को गुरुवार 6 नवंबर गुरुवार को शाम को 6 बजे से लेकर शुक्रवार सुबह 6 बजे तक अखंड नाम संकीर्तन का जो है प्रारंभ करके आगे की रूपरेखा जो है बनाई जा रही है। हो सकता है मार्च अप्रैल तक कोई जो भी शुभ मुहूर्त निकलेगा, उस शुभ मुहूर्त में वहाँ पर भगवान का विग्रह विराजित करके ध्यान कक्ष का निर्माण किया जाएगा। साथ ही 2 रूम फिलहाल बनाने की भावना है। उसके बाद और कुछ आगे जैसा बाबा की इच्छा होगी उस प्रकार से जो है यह सेवा कार्य जो है आगे बढ़ाया जाएगा। आज तक आप लोगों ने जितना मुझे प्रेम दिया, शायद भाषा नहीं समझ रहे हैं, पर फिर भी आप लोगों का जो है प्रेम महसूस कर रहा हूँ मैं। आते हैं, मिलते हैं, तो इसी प्रकार से आप लोग जो है मुझे प्रेम अपना देते रहें। अवधूत भगवान नित्यानंद देव आप सबको लोगों के अंदर विराजित रहें और सभी लोगों का जो है कल्याण करते रहें। इन्हीं भावों के साथ ओम शांति।
सगुण रूप गोविंद बाबा सगुण रूप गोविंद बाबा जय जय आरती नित्यानंद बाबा जय दत्तरूप हो तुम प्रथम दत्तरूप हो तुम ही श्रीपद स्वामी तुम ही श्रीपद स्वामी तुम ही नरहरि प्रभु तुम ही नरहरि प्रभु गण गापुरी के लीलाधर गण गापुरी के लीलाधर जय जय आरती नित्यानंद बाबा जय जय आरती नित्यानंद बाबा माणिक प्रभु हो तुम ही माणिक प्रभु हो तुम ही अक्कलकोट के तुम स्वामी अक्कलकोट के तुम स्वामी शिरडी के साईनाथ हो तुम शिरडी के साईनाथ हो तुम कालयुग के तुम नित्यानंद कालयुग के तुम नित्यानंद जय जय आरती नित्यानंद बाबा जय जय आरती नित्यानंद बाबा रूप है तेरे कितने रूप है तेरे कितने गणेशपुरी के दाता गणेशपुरी के दाता बच्चों के तुम हो मोहन बच्चों के तुम हो मोहन जगत के तुम सुखदाता जगत के तुम सुखदाता भक्तों के तुम हो भोले भक्तों के तुम हो भोले परमता के तुम हो प्रदाता परमता के तुम हो प्रदाता जय जय आरती नित्यानंद बाबा जय जय आरती नित्यानंद बाबा सगुण रूप गोविंद बाबा सगुण रूप गोविंद बाबा जय जय आरती नित्यानंद बाबा बाबा कृपा दे